പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ SSCയുടെ GDയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിലെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഏജിന്റെ കാര്യങ്ങൾ, ഏതൊക്കെ പരീക്ഷകളിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ തസ്തികയിലേക്കാണ് ഈ പറയുന്ന SSC GD ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ട് SSC പരീക്ഷ എഴുതുന്നവർ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ SSC പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് SSC, റെയിൽവേ, കേരള PSC, പ്രൈവറ്റ് ജോബ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നിലവിൽ നമ്മുടെ SSCയുടെ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കോൺസ്റ്റബിൾ GD വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയിലേക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ CAPF അല്ലെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ളതും SSFിലേക്കുള്ളതും റൈഫിൾമാനിലേക്കുള്ളത്, ആസാം റൈഫിൾസ്, അതുപോലെ തന്നെ സിപോയിൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അപ്പോൾ ഈ പറയുന്ന തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ 2025ലേക്കുള്ള SSC ആണ് നിലവിലിപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഒരുപാട് പേർക്കുള്ള നല്ലൊരു തൊഴിൽ സാധ്യതയാണ് ഈ പറയുന്ന SSCയിലെ ഈ ഒരു GD എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ തന്നെ ഒരുപാട് പേര് കയറി പോകുന്ന ഒരു എക്സാമിനേഷൻ ആണ്. നല്ല രീതിയിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇപ്പോൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആയിട്ടില്ല, 5/9 സോറി, ദാറ്റ് മീൻസ് 5/9 ഇപ്പോൾ ആയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്, പേജ് തുറന്നിട്ടുണ്ട്. 5/9 മുതൽ 14/10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ 5-ാം തീയതി മുതൽ, ഈ മാസം 5-ാം തീയതി മുതൽ അടുത്ത മാസം 14-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് 14/10 ആണ് കേട്ടോ, 14/10 ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫീസ് അടയ്ക്കണം, ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള പൈസ എന്ന് പറയുന്നത്, ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 15 വരെ അത് പോകാനായിട്ടും പറ്റും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിനേഷൻ ടൈം ഉദ്ദേശിക്കുന്നത് ജനുവരി ഫെബ്രുവരി 2025 എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന SSCയിലെ എക്സാമിനേഷൻ ഏതൊക്കെ മേഖലകളിലേക്കാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഹോം അഫയേഴ്സ്, നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന SSCയുടെ ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിനേഷൻ ആണിത്. അപ്പൊ ഇതിപ്പോ നടക്കാനായിട്ട് പോകുന്നത് GD അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFിലേക്കുള്ളത്, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതുപോലെ തന്നെ സശസ്ത്ര സീമാ ബൽ SSBയിലേക്കുള്ളത്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ റൈഫിൾമാൻ, ആസാം റൈഫിൾസ്, അങ്ങനെയുള്ള ഒരുപാട് ആംഡ് ആയിട്ടുള്ള തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള GD എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ എക്സാമിനേഷന്റെ വേക്കൻസികൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്തായാലും 1000 കൂടുതൽ വേക്കൻസീസ് എന്തായാലും കാണും, ഒരുപാട് വേക്കൻസീസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം വിൽ ബി അക്സെപ്റ്റഡ് ത്രൂ ഓൺലൈൻ മോഡൽ. അപ്പോൾ ഓൺലൈനിലായിരിക്കും എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ഭാഷകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എന്ത് ചെയ്യാം, SSCയിലെ ഈ പറയുന്ന GD എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയും. 13 റീജിയണൽ ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് കേട്ടോ, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ റിവ്യൂസ് ഉണ്ടാവും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് CAPF ആണ് നടത്തുന്നത്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്, അവരാണ് ഇത് നടത്തുന്നത്. ഡീറ്റെയിൽഡ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന എക്സാമിനേഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും ബാക്കിയൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത്, അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് സൈറ്റ് എന്ന് പറയുന്നത്. പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 1ന്റെ പേ സ്കെയിൽ 18,000 മുതൽ 56,000 വരെയാണ് കേട്ടോ അതിന്റെ പേ സ്കെയിൽ വരുന്നത്. ബാക്കിയുള്ളവർ നമ്മുടെ NCB അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പേ സ്കെയിൽ വരുന്നത് 21,000 മുതൽ 69,000 വരെയാണ് അതിന്റെ പേ സ്കെയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്ന വേക്കൻസികളുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കുക. ഇപ്പൊ
10,000 എന്നല്ല, മൊത്തത്തിൽ ഇപ്പോൾ വേക്കൻസി പറയുന്നത് എത്രയാണ്? 40,000 വേക്കൻസിയാണ്. 39,481 വേക്കൻസികളാണ് ഇപ്പോൾ എല്ലാത്തിനും പറയുന്നത്. കണ്ടല്ലോ, മൊത്തത്തിൽ പറയുന്ന വേക്കൻസികളാണ്. അപ്പൊ എന്തായാലും BSF, CISF ഉണ്ട്, CRPF, SSB, ITBP, ARSSF, അതുപോലെ തന്നെ NCB എന്നീ പറയുന്ന എല്ലാ തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എക്സാമിനേഷന്റെ സമയം ആയിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏജ് ലിമിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1/1/2025 ഇതിനകത്ത് പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും 1/1/2025 അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ നോട്ട് ബോൺ ബിഫോർ എന്ന് പറഞ്ഞാൽ 2/1/2022 മുൻപ് ജനിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന 1/1/2025 18 വയസ്സോ 23 വയസ്സോ തികഞ്ഞ ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. ആവശ്യമുള്ളവർ ഈ പറയുന്നത് കൂടി ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് KFPSC എന്ന് എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണും. അതിനകത്ത് ഈ പറയുന്ന അപ്ഡേറ്റുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളും കമ്മ്യൂണിറ്റി ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് വലിയൊരു PDF ആണ്, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രേസ് മാർക്കുകളും കാര്യങ്ങളും ഉണ്ട്. NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5 മാർക്ക് ഉണ്ട്, NCC B സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 3 മാർക്ക് ഉണ്ട്, NCCയുടെ A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിന് 2 മാർക്ക് വരെ ഇതിനകത്ത് ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള രീതികൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് SSCയുടെ സൈറ്റിൽ കയറിയിട്ട് ഇതിനകത്ത് കണ്ടല്ലോ, സൈറ്റ് ഉണ്ടല്ലോ, HTTPS ഈ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ssc.gov.in, ഈ പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ UPI വഴിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എക്സാമിനേഷൻ ഇതായിട്ട് പറയുന്നത്. എക്സാമിനേഷന്റെ സെന്ററും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് സെന്റർ കൊടുക്കാനായിട്ടൊക്കെ കഴിയും, അതിന് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ആണ്. സിലബസ് വരുന്ന ഈ രീതിയിലായിരിക്കും. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് 20 ചോദ്യങ്ങൾ 40 മാർക്കിനാണ്. പാർട്ട് B ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ചോദ്യങ്ങൾ 40 മാർക്ക്. പാർട്ട് C എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് 20 ചോദ്യങ്ങൾ 40 മാർക്ക്. അതുപോലെ തന്നെ പാർട്ട് D എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, അത് 20 ചോദ്യങ്ങൾ 40 മാർക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാമിനേഷന്റെ മാർക്ക് വരുന്നത്. അപ്പോൾ എക്സാമിനേഷൻ ടൈം നിങ്ങൾക്ക് മനസ്സിലാവും. 60 മിനിറ്റ് ആണ് ഈ പറയുന്ന എക്സാമിനേഷൻ. ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത് 2 മാർക്കാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ദെയർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 0.25 ഫോർ ഈച്ച് റോങ് ആൻസർ. ഓരോ തെറ്റുത്തരത്തിനും എന്ത് വരുന്നുണ്ട്, 0.25 എന്ന് പറയുന്നത് തെറ്റുത്തരം നെഗറ്റീവ് ആയിട്ട് പോകും. എന്ന് പറയുമ്പോൾ 4 തെറ്റുത്തരം മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും 1 മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോകും. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കിംഗ് കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് സിലബസും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, 5 കിലോമീറ്റർ 24 മിനിറ്റ് മെയിൽസിനും ഫീമെയിൽസിനും 5 കിലോമീറ്റർ 24 മിനിറ്റ് മെയിൽസിനും അത് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽസിനുമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള റീജിയൻസ്, അതായത് ലഡാക്കിലെ റീജിയനിലുള്ളവർക്കാണ്. ഫോർ കാൻഡിഡേറ്റ്സ് ഓഫ് ലഡാക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് ഇതാണ് അവരുടെ റണ്ണിങ് എബിലിറ്റി. മറ്റുള്ളത് ലഡാക്കിലാണ്. ഇത് ലഡാക്കിലാണ്. ലഡാക്കിലുള്ളവർക്ക് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് മെയിലിനും 800 മീറ്റർ 5 മിനിറ്റ് ഫീമെയിലിനുമാണ്. ബാക്കിയുള്ള നോർമൽ ലഡാക്ക് ഒഴികെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് 5 കിലോമീറ്റർ 24 മിനിറ്റും 1.6 കിലോമീറ്റർ 8.5 മിനിറ്റുമാണ്. ഈ ഒരു രീതിയിലാണ് ഈ പറയുന്ന റണ്ണിങ് ടെസ്റ്റ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഇട്ടേക്കാം. അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇതിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ടെലഗ്രാം എടുത്ത ശേഷം ടെലഗ്രാമിൽ KFPSC
PSC, നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ്. KFPSC എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ അവൈലബിൾ ആവും. ടെലഗ്രാം ചാനലിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്നതും അതുപോലെ തന്നെ SSC ഇതൊക്കെ എഴുതാൻ പറ്റുന്ന കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള ബാക്കിയുള്ള ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.